വെൽക്കം ടു അഡ്രിനാലിൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാറ്റമിയിലെ അബ്ഡോമൻ പാർട്ടിൽ നിന്നും കിഡ്നിയാണ്. കിഡ്നി ലോങ് എസ്സേസിലെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടും ലൈക്ക് അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, റിലേഷൻസ്, അതുപോലെ വാസ്കുലർ സെഗ്മെൻറ്റ്സ് അതെല്ലാം സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡ്നി ഇറ്റ്സെൽഫ് ഒരു ഷോർട്ട് എസ്സേസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. സോ അബ്ഡോമനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ തന്നെയാണ് കിഡ്നി എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് എക്സാമിന് മുന്നേ സ്പെസിഫിക് പോയിൻറ്റ്സ് എന്തെല്ലാം എഴുതണമെന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പിന്നീട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചറിൽ എന്തൊക്കെയാണ് പോയിൻറ്റ്സ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ. എന്താണ് കിഡ്നി? ലൈക്ക് ഇറ്റ്സ് എ പെയർ ഓഫ് എക്സ്ക്രീറ്ററി ഓർഗൻ and it is situated in the posterior abdominal wall, each side of the vertebral column behind the peritoneum. Behind the peritoneum എന്ന് പറയുമ്പോൾ തന്നെ it is a retroperitoneum organ. So it is a pair of excretory organ. That means there is a right kidney and left kidney. Each will be either side of the vertebral column on the posterior abdominal wall. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് what is the function of kidney. From itself it is a excretory organ. So അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് it is for the removal of the metabolic wastes, excess water, salt from the blood, and also it maintains pH. So that is about the introduction part of kidney. ഇനി നമ്മൾ എക്സാക്ട് അനാറ്റമിയിലോട്ട് കിടക്കാൻ പോകുന്നു. കിഡ്നിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതെല്ലാം റീജിയൻസിലാണ് കിഡ്നി പ്രസൻ്റ് ആയിരിക്കുന്നത്? ഹൈപ്പോകോൺട്രിയം, ലംബാർ, എപ്പിഗാസ്ട്രിയം ആൻഡ് അംബലിക്കൽ റീജിയൻസിലാണ് കിഡ്നി കിടക്കുന്നത്. ഈ ഒരു ഫിഗറിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏതൊക്കെ റീജിയൻസ് കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഹൈപ്പോകോൺട്രിയം ലംബാർ ആണെങ്കിൽ അത് റെസ്പെക്റ്റീവ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കിഡ്നി, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹൈപ്പോകോൺട്രിയം ആൻഡ് ലംബാർ റീജിയൻസിൽ പ്രസൻ്റ് ആയിരിക്കും. ഇനി കിഡ്നിയുടെ എക്സ്റ്റൻഷൻ പറയുവാണെങ്കിൽ അപ്പർ ബോർഡർ ഓഫ് T12 vertebra to center of the body of L3 vertebra. ഇതാണ് ഒരു കിഡ്നിയുടെ എക്സ്റ്റൻഷൻ. T12 വെർട്ടിബ്രയുടെ അപ്പർ ബോർഡർ മുതൽ L3 വെർട്ടിബ്രയുടെ ബോഡിയുടെ സെൻറ്റർ വരെയാണ് ഒരു കിഡ്നി എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവാൻ പറ്റുന്നതാണ്. ലെഫ്റ്റ് കിഡ്നി ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദി റൈറ്റ് കിഡ്നി ആൻഡ് ഓൾസോ ലെഫ്റ്റ് കിഡ്നി വിൽ ബി much nearer to the median plane than the right kidney. കണ്ടില്ലേ, ലെഫ്റ്റ് കിഡ്നി ആയിരിക്കും ഹയർ പൊസിഷൻ. അതാണ് ഒരു ഡിഫറൻസ്. സോ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ പറഞ്ഞു. ദെൻ അബൌട്ട് ലൊക്കേഷൻ, ഏതൊക്കെ റീജിയൻസിലുണ്ട്, അതിൻ്റെ എക്സ്റ്റൻഷൻ വെർട്ടിബ്ര ലെവൽ വെച്ച് പറഞ്ഞു. പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കിഡ്നിയുടെ ഒരു ചെറിയ ഡിഫറൻസ് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയാൻ പോകുന്നത് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് കിഡ്നി ആയിരിക്കും. ഷേപ്പ് എന്താ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇറ്റ്സ് എ ബീൻ ഷേപ്ഡ്. അതൊരു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആണ്. അതിൻ്റെ ഡയമെൻഷൻസ് പറയുവാണെങ്കിൽ 11 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത്, 6 സെൻറ്റിമീറ്റർ ബ്രോഡ് ആൻഡ് 3 സെൻറ്റിമീറ്റർ തിക്നെസ് ആണുള്ളത്. വെയ്റ്റ് ആണെങ്കിൽ 150 ഗ്രാം മെയിൽസിലും 135 ഗ്രാം ഇൻ ഫീമെയിൽസും ആണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് കിഡ്നി. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് കിഡ്നി വളരെ സിമ്പിളായി നമുക്ക് പഠിക്കാം. ഇതിൽ കണ്ടില്ലേ, ലൈക്ക് 2 പോൾസ്, 2 സർഫസ്, 2 ബോർഡർ, എല്ലാം 2 വെച്ചിട്ട് തുടങ്ങുന്നു. 2 പോൾസ്, 2 സർഫസ്, 2 ബോർഡർ. ഇപ്പോൾ ഇതൊരു കിഡ്നിയാണ്. നമ്മൾ അനാറ്റമിലെല്ലാം വരച്ച് പഠിക്കണം. ഓക്കെ, വരച്ച് പഠിച്ചാൽ മാർക്സ് നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ഫിഗർ മൈൻഡിലോട്ട് വരുത്തി കാണാപാഠം പഠിക്കാതെ നമ്മുടെ ഫിഗറൊക്കെ ഒന്ന് മനസ്സിലോട്ട് വന്ന് ആ ഒരു ഫിഗർ വരച്ച് അതൊന്ന് കളർ ചെയ്ത് ലേബൽ ചെയ്ത് അതെന്താണെന്നുള്ളത് ക്ലിയർ ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. റാദർ ദാൻ കുറേ ഒരു പാരഗ്രാഫ്സ് ചെയ്തതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസിങ് ഫിഗർ ആൻഡ് എക്സ്പ്ലെയിനിങ് ആണ്. അപ്പോൾ ഇവിടെ 2 പോൾ, 2 സർഫസ്, 2 ബോർഡർ നമുക്ക് ഈ ഫിഗറിലൂടെ കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കഴിഞ്ഞു. അപ്പോൾ 2 പോൾസ് പറയുവാണെങ്കിൽ ഒരു അപ്പർ പോൾ ഉണ്ടായിരിക്കും, ഒരു ലോവർ പോൾ ഉണ്ടായിരിക്കും. ഈ അപ്പർ പോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബ്രോഡർ ആൻഡ് ദ ലോവർ പോൾ വിൽ ബി പോയിൻറ്റർ. അപ്പോൾ അപ്പർ പോളിൽ ബ്രോഡർ ആയിരിക്കും, അവിടെ സൂപ്രാറീനൽ ഗ്ലാൻഡ് ഉണ്ടായിരിക്കും റൈറ്റിലും ലെഫ്റ്റ് കിഡ്നിയിലും.
ലോവർ പോൾ എന്ന് പറയുന്നത് പോയിൻറ്റഡ് ആയിരിക്കും. ഇനി രണ്ട് സർഫസ്, ആൻറ്റീരിയർ സർഫസും ഉണ്ടായിരിക്കും, അതിന് പുറകെ പോസ്റ്റീരിയർ സർഫസ് ഉണ്ടായിരിക്കും. ആൻറ്റീരിയർ സർഫസ് ഇറഗുലർ ആയിരിക്കും, പോസ്റ്റീരിയർ സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും. നെക്സ്റ്റ് രണ്ട് ബോർഡർ, ഇതായിരിക്കും ഇതിൻ്റെ lateral border and this will be its medial border. Lateral border convex ആയിരിക്കും and medial border concave ആയിരിക്കും. ഈ medial borderൽ ഒരു പ്രത്യേകതയുണ്ട്, അതായത് medial borderൻ്റെ മിഡിൽ പോർഷനിൽ ഒരു ഡിപ്രഷൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഹൈലം. സോ ഹൈലത്തിൽ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സും പ്രസൻ്റ് ആയിട്ടുണ്ട്, ലൈക്ക് റീനൽ വെയിൻ, റീനൽ ആർട്ടറി, റീനൽ പെൽവിസ്. ഈ മൂന്ന് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഹൈലത്തിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. അതായത് കിഡ്നിയിലോട്ട് എൻ്റർ ചെയ്യുന്ന മൂന്ന് സ്ട്രക്ചേഴ്സാണ് റീനൽ വെയിൻ, റീനൽ ആർട്ടറി, റീനൽ പെൽവിസ്. ഇത് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ആണ് ഇതിൻ്റെ ഒരു ഓർഡർ. ഹൈലത്തിൽ ഈ മൂന്ന് സ്ട്രക്ചേഴ്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർലി ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഹൈലത്തിൽ ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ നമ്മൾ നോക്കുന്ന സ്ട്രക്ചേഴ്സ്, ഈ മൂന്ന് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ഓർഡർ നോക്കിയിട്ടാണ് ഒരു കിഡ്നിയുടെ സൈഡ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് അത് ലെഫ്റ്റ് കിഡ്നി ആണോ റൈറ്റ് കിഡ്നി ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഹൈലത്തിലെ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വഴിയാണ്. ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ നമ്മൾ ഈ ഓർഡറിലാണ് വരേണ്ടത്. അപ്പോൾ ഇതാണ് അബൌട്ട് ഇറ്റ്സ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. രണ്ട് പോൾസ്, അപ്പർ ലോവർ, രണ്ട് സർഫസ്, ആൻറ്റീരിയർ പോസ്റ്റീരിയർ, രണ്ട് ബോർഡേഴ്സ്, ലാറ്ററൽ മീഡിയൽ. ഹൈലം മൂന്ന് സ്ട്രക്ചേഴ്സ് ഉണ്ട്, റീനൽ വെയിൻ, റീനൽ ആർട്ടറി, റീനൽ പെൽവിസ്, സെയിം ഓർഡർ ഫ്രം ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ഇൻ ദി ഹൈലം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷനെ പറ്റിയാണ്. ഈ റിലേഷൻ ഓഫ് കിഡ്നി പഠിക്കുമ്പോൾ കിഡ്നിയിൽ തന്നെ നമ്മൾ ഡയഗ്രാം വരച്ച് കിഡ്നിയിൽ തന്നെ സെപ്പറേറ്റ് സെഗ്മെൻറ്റ്സ് ഉണ്ടാക്കി അത് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് കളർ ചെയ്ത് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഒരു എന്താ പറയുക റിലേഷൻ നമ്മൾ അവിടെ കൊടുത്തു. അതായത് ആൻറ്റി റിലേഷൻ എന്താണ്, പോസ്റ്റ് റിലേഷൻ എന്താണെന്നുള്ള ആൻസർ നമ്മളവിടെ കറക്റ്റായി കൊടുത്തിരിക്കുന്ന ഫിഗറിലൂടെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഫിഗർ വെച്ചേ പഠിക്കുന്നുള്ളൂ. ഈ രണ്ട് കിഡ്നി നോക്കൂ, ഇത് റൈറ്റ് കിഡ്നി ആയിരിക്കും ആൻഡ് ദിസ് വിൽ ബി ലെഫ്റ്റ് കിഡ്നി. അപ്പോൾ റൈറ്റ് കിഡ്നി ആൻഡ് ലെഫ്റ്റ് കിഡ്നിയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് പല കളർ ഡിഫറൻസസ് തോന്നുന്നുണ്ട്, ഉള്ളിലുള്ള സെഗ്മെൻറ്റ്സിൻ്റെ സൈസുകൾ തമ്മിൽ ഡിഫറൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ റിലേഷൻസുകൾ. ആൻറ്റീരിയർ റിലേഷൻ എന്ന് പറയുമ്പോൾ കിഡ്നിക്ക് ആൻറ്റീരിയർ ആയിട്ട് എന്തൊക്കെ ഓർഗൻസ് റിലേറ്റ് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ റൈറ്റ് കിഡ്നി നമുക്ക് ഫസ്റ്റ് എടുക്കാം. റൈറ്റ് കിഡ്നിയിലെ അപ്പിക്കൽ പോർഷനിലായിട്ട് ഒരു സുപ്രാറീനൽ ഏരിയ ഉണ്ട്. ഓക്കെ, സുപ്രാറീനൽ ഏരിയയിൽ എന്തായിരിക്കും? സുപ്രാറീനൽ ഗ്ലാൻഡ് ആയിരിക്കും. പിന്നെ ഈ ഓറഞ്ച് കളറിലുള്ള ഫുൾ ഏരിയ ഹെപ്പാറ്റിക് ഏരിയ ആണ്. ദാറ്റ് മീൻസ് റൈറ്റ് ലോബ് ഓഫ് ലിവർ ആണ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നാരോ മീഡിയൽ പോർഷനിൽ വരുന്നതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ഡ്യൂഡനം. ഈ ഗ്രീൻ പോർഷനിൽ വരുന്നത് കോളിക് ഏരിയ ആൻഡ് ദെൻ ഒരു ചെറിയ പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാറ്റ് വിൽ ബി ജെജനൽ ഏരിയ. കോളിക് ഏരിയയിൽ ഡിസെൻഡിങ് കോളനും ജെജനൽ ഏരിയയിൽ ജെജനുമായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹെപ്പാറ്റിക് ഫ്ലെക്ചർ ഓഫ് കോളൻ ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, ആ ഒരു കർവേച്ചർ വരുന്നത്. നെക്സ്റ്റ് ലെഫ്റ്റ് കിഡ്നി നോക്കാം. ലെഫ്റ്റ് കിഡ്നി നോക്കുമ്പോൾ റൈറ്റ് കിഡ്നിനായിട്ട് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. സുപ്രാറീനൽ ഏരിയ സെയിം തന്നെയായിരിക്കും, കാരണം റൈറ്റിലും ലെഫ്റ്റിലും അപ്പർ പോളിൽ അറ്റാച്ച് ഇരിക്കുന്ന ഒരു ഓർഗനാണ് സുപ്രാറീനൽ ഗ്ലാൻഡ്, ഒരു ഗ്ലാൻഡാണ് സുപ്രാറീനൽ ഗ്ലാൻഡ്. അപ്പോൾ റൈറ്റിലും ലെഫ്റ്റിലും അതിൻ്റെ അപ്പർ പോളിൽ ഉണ്ട്. അപ്പോൾ സെയിം ഏരിയ തന്നെ ഇവിടെയും പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ റൈറ്റിലെ ഹെപ്പാറ്റിക് ഏരിയ ആണ് ബിക്കോസ് ഓഫ് ലിവർ. അപ്പോൾ ലെഫ്റ്റിൽ എന്തായിരിക്കും? നമ്മൾ ഊഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലെഫ്റ്റിൽ എന്തൊക്കെ ഓർഗൻസ് ഉണ്ട്. അവിടെ സ്റ്റൊമക്ക് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് അത് തന്നെയാണ് ഇവിടെ റിലേഷനായിട്ട് വരുന്നത്. ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സ്റ്റൊമക്ക് ആൻഡ് ദിസ് പോർഷൻ, ഈ ഒരു പോർഷൻ വിൽ ബി സ്പ്ലിനിക് ഏരിയ. ഈ ഒരു മിഡിൽ പോർഷൻ, ഒരു വൈഡർ മിഡിൽ പോർഷൻ, ഇറ്റ് വിൽ ബി പാൻക്രിയാറ്റിക് ഏരിയ. പാൻക്രിയാസ് ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു നാരോ പോർഷനെ കാണിക്കുന്നത് കോളിക് ഏരിയയും ഡിസെൻഡിങ് കോളൻ. ആൻഡ് ഒരു വലിയൊരു ലാർജർ ഏരിയ തന്നെ ജെജനത്തിനും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹെപ്പാറ്റിക് ഏരിയ ആയിരുന്നു, അതിന് പകരം ഇവിടെ എന്തൊക്കെ വന്നു? ഒരു സ്റ്റൊമക്ക് ഏരിയ വന്നു, സ്പ്ലെനിക് ഏരിയ വന്നു, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ഏരിയ വന്നു. ഇനി ഇവിടെ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇവിടെ കോളിക് ഏരിയ ലാർജർ ദാൻ ജെജനൽ ഏരിയ ആയിരിക്കും, ബട്ട് ഹിയർ കോളിക് ഏരിയ സ്മോളർ ദാൻ ജെജനൽ ഏരിയ ആയിരിക്കും. ഇവിടെ ഡ്യൂഡനൽ ഏരിയ ഉണ്ട്, പക്ഷേ ലെഫ്റ്റ് കിഡ്നിയിൽ ഡ്യൂഡനൽ ഇംപ്രഷൻ ഇല്ല. ഈ ലെഫ്റ്റിൽ നമുക്കറിയാം സ്പ്ലീൻ ഉണ്ട്, സ്പ്ലീനിൻ്റെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്പ്ലെനിക് വെസൽസും റിലേഷനായിട്ട് ആൻറ്റീരിയർലി പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ആൻറ്റീരിയർ റിലേഷൻസ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഡിഫറൻസസ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അതിൻ്റെ റേഷ്യോ, പ്രൊപ്പോർഷൻ, എത്ര ഏരിയ ഓരോ സെഗ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ വെച്ച് കളർ ചെയ്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റീരിയർ റിലേഷൻ അവിടെ തീർന്നു. നെക്സ്റ്റ് ഇസ് പോസ്റ്റീരിയർ റിലേഷൻ.
പോസിറ്റീവ് റിലേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് കിഡ്നിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് കിഡ്നിയും ലെഫ്റ്റ് കിഡ്നിയും ഏകദേശം സിമിലർ തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് പറയാം. അപ്പോൾ ഇത് റൈറ്റ് കിഡ്നിയാണ്. റൈറ്റ് കിഡ്നിയുടെ അപ്പർ പോർഷനിലെ റിലേഷൻ വരുന്നത് ആണ് ഡയഫ്രം. അത് ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. ഇനി ആ ഡയഫ്രത്തിൻ്റെ ഏരിയയിൽ തന്നെ 12th റിബിൻ്റെ ഇംപ്രഷൻ വരും. ഇതാണ് 12th റിബിൻ്റെ ഇംപ്രഷനാണ് ഈ കാണിക്കുന്നത്. ഡയഫ്രത്ത് ഏരിയയിൽ 12th റിബിൻ്റെ ഇംപ്രഷൻ വരുന്നുണ്ട് റൈറ്റ് കിഡ്നിയിൽ. അതേസമയം നമ്മൾ ലെഫ്റ്റ് കിഡ്നിയാണ് എടുത്തതെങ്കിൽ അതിൻ്റെ പോസ്റ്റീരിയർ റിലേഷൻ, പോസ്റ്റീരിയറിൽ എന്തെല്ലാം സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നല്ലേ, പോസ്റ്റീരിയറിൽ ഇവിടെ 11th റിബും ഉണ്ടാവും 12th റിബും ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെഫ്റ്റ് കിഡ്നി സ്ലൈറ്റ്ലി ഹയർ ദാൻ ദി റൈറ്റ് കിഡ്നിയാണ്. അതുകൊണ്ട് ഇവിടെ 11th റിബും കൂടി ഇംപ്രഷൻ വരുന്നു, 12th 11th വരുന്നുണ്ട്. അതേസമയം റൈറ്റ് കിഡ്നിയിൽ 12th റിബ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അപ്പർ പോർഷനിൽ ഡയഫ്രമാറ്റിക് ഏരിയ ഉണ്ട്, പിന്നെ റിബിൻ്റെ ഇംപ്രഷനും പറഞ്ഞു. നെക്സ്റ്റ് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് എന്ത്, അതിൻ്റെ ലിഗമെൻറ്റ്സ്. രണ്ട് ലിഗമെൻറ്റ്സ് ഉണ്ട്. മീഡിയൽ ആർക്വേറ്റ് ലിഗമെൻ്റ് ആണ് ആദ്യത്തെ കർവ്, രണ്ടാമത്തെ കർവ് വരുന്നത് ലാറ്ററൽ ആർക്വേറ്റ് ലിഗമെൻ്റ് ആയിരിക്കും. ഈ മീഡിയൽ ആർക്വേറ്റ് ലിഗമെൻറ്റിൻ്റെയും ലാറ്ററൽ ആർക്വേറ്റ് ലിഗമെൻറ്റിൻ്റെയും താഴെ, അതായത് ബിലോ ആയിട്ട് പിന്നെ വരുന്ന റിലേഷൻ പറയുന്നത് 3 മസിൽസാണ്. ഇതാണ് സോയാസ് മേജർ, ദെൻ ദിസ് ഇസ് ക്വാഡ്രേറ്റസ് ലംബോറം ആൻഡ് ദിസ് ഇസ് ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ്. അപ്പോൾ സോയാസ് മേജർ, ക്വാഡ്രേറ്റസ് ലംബോറം ആൻഡ് ട്രാൻസ്വേഴ്സസ് അബ്ഡോമിനസ്, ഈ 3 മസിൽ അറ്റാച്ച്മെൻറ്റ്സും അല്ലെങ്കിൽ റിലേഷനും വരുന്നു. ഇനി ഇവിടെ കാണുന്നത് കുറച്ച് നെർവ്സും മസിൽസും ആണ്. അപ്പോൾ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നത് സബ് കോസ്റ്റൽ വെസൽസ് ആൻഡ് നെർവ്സ് ആയിരിക്കും. അവിടെ സബ് കോസ്റ്റൽ ആർട്ടറി, വെയിൻ ആൻഡ് നെർവ് ഉണ്ടായിരിക്കും. മറ്റ് ലാറ്ററൽ ആർക്വേറ്റ് ലിഗമെൻറ്റിൽ നിന്നും അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത്. പിന്നെ വരുന്നത് ഇലിയോ ഹൈപ്പോഗാസ്ട്രിക് നെർവും ഇലിയോ ഇൻഗുനൽ നെർവുമാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഹയർ പൊസിഷനിൽ ഇലിയോ ഹൈപ്പോഗാസ്ട്രിക് നെർവും ലോവർ പൊസിഷനിൽ കിടക്കുന്നത് ഇലിയോ ഇൻഗുനൽ നെർവും. ആ 2 നെർവ്സും അതിലൂടെ പാസ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ റിലേഷനുണ്ട് കിഡ്നിനായിട്ട്. അപ്പോൾ അതാണ് ആൻറ്റി റിലേഷൻ ആൻഡ് പോസ്റ്റീരിയർ. ആൻറ്റി റിലേഷന് പറയുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏരിയാസ് ആണ്, ഓരോ ഓർഗൻസിൻ്റെ ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഓരോ ഏരിയാസ്. പോസ്റ്റീരിയർ റിലേഷനിലാണെങ്കിൽ ഡയഫ്രം, റിബിൻ്റെ ഇംപ്രഷൻ, ലിഗമെൻറ്റ്, മസില് ആൻഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആണ് പറഞ്ഞത്. അത് 11th and 12th ഒരേ വ്യത്യാസമുള്ളൂ, ലെഫ്റ്റ് കിഡ്നിയിൽ 11th റിബിൻ്റെ ഇംപ്രഷൻ കൂടി വരുന്നു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കവറിങ്സ് ഓഫ് കിഡ്നിയാണ്. കവറിങ്സ് ഓഫ് കിഡ്നിയിൽ നമുക്ക് ജസ്റ്റ് പറയാം, അതായത് കിഡ്നീനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ടായിരിക്കും, അതാണ് ട്രൂ ക്യാപ്സ്യൂൾ. അതായത് കിഡ്നീനെ ഫസ്റ്റ് കവർ ചെയ്തിരിക്കുന്നത് ഫൈബ്രസ് ക്യാപ്സ്യൂളാണ്, ട്രൂ ക്യാപ്സ്യൂൾ ആയിരിക്കും. അത് തിൻ മെംബ്രെയിൻ ക്ലോസ്ലി ഇൻവെസ്റ്റിംഗ് ദ കിഡ്നി ആയിരിക്കും. അതൊരു തിൻ മെംബ്രെയിൻ ആണ് ദാറ്റ് അറ്റാച്ച്ഡ് ഡയറക്ട്ലി ടു കിഡ്നി, അതാണ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഓർ ട്രൂ ക്യാപ്സ്യൂൾ. പിന്നീട് പെരിനെഫ്രിക് ഫാറ്റ്, ഫിഗറിൽ നോക്കൂ, ഇതാണ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഓഫ് കിഡ്നി. പിന്നെ കാണുന്ന യെല്ലോ പോർഷനാണ് എന്ത്, പെരിനെഫ്രിക് ഫാറ്റ്, അത് ലെയർ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ആയിരിക്കും. പിന്നെ കാണുന്ന ഗ്രീൻ ഫേഷ്യാണ് റീനൽ ഫേഷ്യ, അതായത് ഫേഷ്യ ദാറ്റ് കവറിങ് ദ കിഡ്നിയാണ് റീനൽ ഫേഷ്യ. A renal fascia is a fibroalveolar sheath that consists of 2 layers. Anteriorly ഉണ്ട് posteriorly ഉണ്ടല്ലോ. അപ്പോൾ ആ റീനൽ ഫേഷ്യ 2 ലെയേഴ്സ് ആയിട്ട് ആൻറ്റീരിയർലിയും പോസ്റ്റീരിയർലിയും ഉണ്ട്. ആൻറ്റീരിയർലി ഫേഷ്യ ഓഫ് ജെറോട്ട ആൻഡ് പോസ്റ്റീരിയർലി ഫേഷ്യ ഓഫ് സക്കർകാൻഡൽസ് ആണ്. അപ്പോൾ ഈ ട്രൂ ക്യാപ്സ്യൂൾ ഉണ്ട്, റീനൽ ഫേഷ്യ ഉണ്ട്, അവർക്കിടയിൽ പെരിനെഫ്രിക് ഫാറ്റും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റീനൽ ഫേഷ്യയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് സുപ്പീരിയർലി, ഇൻഫീരിയർലി ആൻഡ് ദെൻ ലാറ്ററലി, മീഡിയലി എല്ലാം നമുക്കതിൻ്റെ എക്സ്റ്റൻഷൻ പറയാം. അത് നിങ്ങൾക്ക് നോട്ട്സ് റെഫർ ചെയ്യാം. പിന്നെ പാരനെഫ്രിക് ഫാറ്റ് ആണെങ്കിൽ ഇപ്പോൾ റീനൽ ഫേഷ്യയുടെ ഉള്ളിലാണ് പെരിനെഫ്രിക് ഫാറ്റ് എന്ന് പറഞ്ഞതുപോലെ റീനൽ ഫേഷ്യയ്ക്ക് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഫാറ്റി ലെയർ നമുക്ക് പാരനെഫ്രിക് ഫാറ്റ് എന്നും വിളിക്കാം. ദാറ്റ് ഈസ് അബൌട്ട് കവറിങ്സ്. അപ്പോൾ ട്രൂ ക്യാപ്സ്യൂൾ പറഞ്ഞു, റീനൽ ഫേഷ്യ, അതിനിടയിൽ പെരിനെഫ്രിക് ഫാറ്റ്, പാരനെഫ്രിക് ഫാറ്റും ഉണ്ടാവാം. നെക്സ്റ്റ് ഈസ് ഇന്നർ സ്ട്രക്ചേഴ്സ്. ഇന്നർ സ്ട്രക്ചേഴ്സ് നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്നർ സ്ട്രക്ചർ ഓഫ് ദ കിഡ്നി എന്ന് പറയുന്നത് കോർട്ടെക്സ് ഉണ്ടായിരിക്കും, മെഡുല, 2 പോർഷൻസ് ആണ്, കോർട്ടെക്സും ഉണ്ടായിരിക്കും, മെഡുലയും ഉണ്ടായിരിക്കും. കോർട്ടെക്സ് ഒരുപാട് ലോബ്യൂൾസ് ഉണ്ടായിരിക്കും, ആർച്ചേഡ് ലോബ്യൂൾസ് ഉണ്ടായിരിക്കും. പിന്നെ ക്യാപ്സ്യൂൾ കവേർഡ് ആയിരിക്കും കോർട്ടെക്സ് എന്ന് പറയുന്നത്. മെഡുല ഇന്നർ പോർഷനാണ്, കോർട്ടെക്സ് ഔട്ടർ പോർഷൻ ആണെങ്കിൽ മെഡുല ഇന്നർ പോർഷനാണ്. അവിടെ മേജർ മൈനർ കാലിസസ്, റീനൽ പിരമിഡ്സ് എല്ലാം വരുന്നുണ്ടായിരിക്കും.
അപ്പോൾ ഇവിടെ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ഹൈലം, അതായത് റീനൽ വെയിൻ, ആർട്ടറി, റീനൽ പെൽവിസ്, ഇതെല്ലാം കിഡ്നിയിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു പോർഷനാണ് ഹൈലം. ഈ ഹൈലത്തിൽ നിന്ന് കിഡ്നിയിലോട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് റീനൽ സൈനസ്. റീനൽ സൈനസ് ഉണ്ടായിരിക്കും. ആ റീനൽ സൈനസിൽ ഇതിൻ്റെ റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചസും ട്രിബ്യൂട്ടറീസ് ഓഫ് റീനൽ വെയിനും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ റീനൽ പെൽവിസ് ഡിവൈഡ് ചെയ്തിട്ട് ഇതൊരു റീനൽ പെൽവിസ്. എന്താണ് റീനൽ പെൽവിസ്? യൂറീറ്ററിൻ്റെ അപ്പർ മോസ്റ്റ് പോർഷനാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ദ പോർഷൻ അപ്പർ മോസ്റ്റ് പോർഷൻ ഓഫ് ദ യൂറീറ്റർ ദാറ്റ് എൻട്രിങ് ടു ദ കിഡ്നീസ് ആണ് യൂറീറ്റർ. അങ്ങനെ ഹൈലം വഴി റീനൽ പെൽവിസ് എൻട്രി ചെയ്തു. അത് 1-2 മേജർ കാലിസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഓരോ മേജർ കാലിസസ് പിന്നെ മൈനർ 7 to 13 മൈനർ കാലിസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ മൈനർ കാലിസസ് എടുത്തിട്ട് ഇവർ എൻഡ് ചെയ്യുന്നത് ഒരു പിരമിഡൽ സ്ട്രക്ചറിലോട്ടാണ്. അതാണ് റീനൽ പിരമിഡ്. ഈ റീനൽ പിരമിഡിലായിരിക്കും നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയാണ് നെഫ്രോണിലാണ് നമുക്കറിയാം ഫിൽട്രേഷൻ നടക്കുന്നത്. നെഫ്രോണിൽ ഫിൽട്രേഷൻ നടന്ന് പിന്നെ ഈ പാത്വേയിലൂടെ യൂറീറ്ററിലോട്ട് എത്തുന്നു. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നമ്മളെല്ലാം ഫെമിലിയർ ആണ്. ബൗമൻസ് ക്യാപ്സ്യൂൾ ഉണ്ടായിരിക്കും, അവിടെ ടഫ് ക്യാപ്പിലസ്, ഗ്ലോമ്യൂറുലസ് ഉണ്ടായിരിക്കും, അഫറൻറ്റ് ഡിഫറൻറ്റ് നെർവ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ബൗമൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പിന്നീട് PCT, പിന്നെ ഹെൻലീസ് ലൂപ്പ്, പിന്നെ DCT ആൻഡ് ദെൻ കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് വരുന്നു. ഈ കളക്റ്റിംഗ് ഡക്റ്റ് പിന്നീട് ഓപ്പൺ ആവുന്നതാണ് മൈനർ കാലിസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞ ഈ മൈനർ കാലിസിലോട്ടാണ് കളക്റ്റിംഗ് ഡക്റ്റ് ഓപ്പൺ ആവുന്നത്. പിന്നെ അത് മേജർ കാലിസിലോട്ട് എത്തുന്നു. ഇതാണ് മേജർ കാലിസിലോട്ട് എത്തുന്നു, റീനൽ പെൽവിസിലോട്ട് എത്തുന്നു, യൂറീറ്ററിലോട്ട് എത്തുന്നു, പാസ് ചെയ്ത് യൂറിനറി ബ്ലാഡറിൽ എത്തിയിട്ട് അവിടെ യൂറിൻ സ്റ്റോർ ചെയ്യുന്നു. സോ നെഫ്രോണിലാണ് ഫിൽട്രേഷൻ നടക്കുന്നത്, മെഡുലയിൽ, റീനൽ പിരമിഡിൽ. പിന്നീട് അത് ഈ ഒരു പാത്വേ നമ്മൾ നേരത്തെ പറഞ്ഞ മൈനർ, മേജർ കാലിസ്, റീനൽ പെൽവിസ് വഴി യൂറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു. അതാണ് ഇന്നർ സ്ട്രക്ചർ ഓഫ് ദി കിഡ്നി എന്ന് പറയുന്നത്. അതാണ് ഇന്നർ സ്ട്രക്ചർ എന്ന് പറയുന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാസ്കുലർ സെഗ്മെൻ്റ് ആണ്. വാസ്കുലർ സെഗ്മെൻറ്റ് വളരെ സിമ്പിളാണ്. അതായത് നമുക്കറിയാം ആർട്ടറി ഓഫ് ദി കിഡ്നി ഏതാണ്? റീനൽ ആർട്ടറി. അപ്പോൾ റീനൽ ആർട്ടറിക്ക് 5 ബ്രാഞ്ചസ് ആണുള്ളത്. അപ്പോൾ 5 ബ്രാഞ്ചസ് കിഡ്നിയുടെ 5 പോർഷനിലോട്ടാണ് പോകുന്നത്. ആ ഓരോ പോർഷൻ, ഓരോ സെഗ്മെൻറ്റ് പോകുന്ന ഓരോ പോർഷൻ നമ്മൾ കിഡ്നിയിലെ ഓരോ സെഗ്മെൻ്റ് ആക്കി മാറ്റി. അതാണ് വാസ്കുലർ സെഗ്മെൻറ്റ്സ്. അതായത് റീനൽ ആർട്ടറി പോകുന്ന കിഡ്നിയുടെ ഓരോ സെഗ്മെൻറ്റ്സിനെ പറയുന്നതാണ് വാസ്കുലർ സെഗ്മെൻറ്റ്സ്. 5 ബ്രാഞ്ചസ് ആയതുകൊണ്ട് തന്നെ 5 സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ 4 സെഗ്മെൻറ്റ്സ് ആൻറ്റീരിയറിലെയും 1 സെഗ്മെൻറ്റ് പോസ്റ്റീരിയറിലെയും വരുന്നത്. 4 ആൻറ്റീരിയറിൽ 4 നോക്കാം. അതായത് ഇതാണ് റീനൽ ആർട്ടറി. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തു, 5 ബ്രാഞ്ചസായി ഡിവൈഡ് ചെയ്തു. ഇതായിരിക്കും എപ്പിക്കൽ. ആൻറ്റീരിയറിൽ 4 സെഗ്മെൻറ്റ്, ഒന്ന് എപ്പിക്കൽ, ഒന്ന് അപ്പർ, മിഡിൽ ആൻഡ് ദെൻ ലോവർ. ഇനി ഇതേ ഡോട്ടഡ് ലൈനായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അതാണിത്. ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ട് അത് പോസ്റ്റീരിയർ സെഗ്മെൻറ്റിലോട്ട് വരുന്നു. അതാണ് പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്. സോ എപ്പിക്കൽ, അപ്പർ, മിഡിൽ, ലോവർ ആൻഡ് ദെൻ പോസ്റ്റീരിയർ. ഈ 5 സെഗ്മെൻ്റൽ ആർട്ടറീസ് 5 സെഗ്മെൻറ്റ്സ് ഓഫ് കിഡ്നിയിലോട്ട് വരുന്നു. ദാറ്റ് ഈസ് വാസ്കുലർ സെഗ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ബ്ലഡ് സപ്ലൈ. ബ്ലഡ് സപ്ലൈ നമ്മളൊരു ചാർട്ട് വഴി ആർട്ടീരിയൽ സപ്ലൈ ഒരു സൈഡിലും വീനസ് സപ്ലൈ ഒരു സൈഡിലും ആക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം റീനൽ ആർട്ടറി ആണല്ലോ സപ്ലൈയിങ് ടു ദി കിഡ്നി. അത് എവിടുന്നാണ് വരുന്നത്? അബ്ഡോമിനൽ അയോട്ടയുടെ L2 ലെവലിൽ നിന്നാണ് വരുന്നത്, അറൈസ് ചെയ്യുന്നത്. അബ്ഡോമിനൽ അയോട്ടയുടെ L2 ലെവലിൽ നിന്ന് അറൈസ് ചെയ്തു, റീനൽ ആർട്ടറി ഫോം ചെയ്തു. റീനൽ ആർട്ടറി കിഡ്നിയിലോട്ട് ഹൈലം വഴി എൻ്റർ ചെയ്തു. അത് 5 സെഗ്മെൻ്റൽ ആർട്ടറി ആവുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ സെഗ്മെൻ്റൽ ആർട്ടറി ഓരോ വാസ്കുലർ സെഗ്മെൻറ്റിലോട്ട് പോകുന്നു. ഓരോ സെഗ്മെൻ്റൽ ആർട്ടറി പിന്നീട് ലോബർ ആർട്ടറി ആവുന്നു, പിന്നെ ഇൻ്റർ ലോബുലർ ആർട്ടറി, ആർക്വേറ്റ് ആർട്ടറി, ഇൻ്റർ ലോബുലർ ആർട്ടറി, അഫറൻ്റ് ആർട്ടീരിയോൾ, ഗ്ലോമെറുലസ്, ഇഫറൻ്റ് ആർട്ടറിയോൾ ആവുന്നു. അതായത് ഈ ഒരു പോർഷൻ നമുക്കറിയാം എവിടെ എത്തി? നെഫ്രോണിലെത്തി, റീനൽ പിരമിഡിലെത്തി, നെഫ്രോണിലോട്ട് എത്തി. അത് നെഫ്രോണിലോട്ട് എത്തിയാൽ എന്തായിരിക്കും? നമ്മൾ വരുന്ന ആർട്ടീരിയൽ സപ്ലൈ പിന്നീട് ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രൊഡക്ട്സ്
പിന്നീടുള്ള ബ്ലഡ് പോകുന്നത് പിന്നെ എങ്ങോട്ടായിരിക്കും പെരിട്യൂബുലർ പ്ലെക്സസ്. അപ്പത്തിനും വീനസ് ഡ്രെയിനേജ്, ആർട്ടീരിയൽ സപ്ലൈ കഴിഞ്ഞു, നെഫ്രോണിലെത്തി, ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞു, വീനസ് ഡ്രെയിനേജ് ആണ്. എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യുന്നു? പെരിട്യൂബുലർ പ്ലെക്സസിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് മൊത്തം റിവേഴ്സ് ആണ്. പെരിട്യൂബുലർ പ്ലെക്സസ് കഴിഞ്ഞാൽ ഈ ആർട്ടറിയുടെ നേരെ റിവേഴ്സ് ഓർത്താൽ മതി. ഇന്റർലോബുലർ വെയിൻ, ആർക്യൂട്ട് വെയിൻ, ഇന്റർലോബാർ വെയിൻ, ലോബാർ വെയിൻ, സെഗ്മെന്റൽ വെയിൻ, 5 സെഗ്മെന്റൽ വെയിൻസ്, റീനൽ വെയിൻ, ആൻഡ് ഫൈനലി റീനൽ വെയിൻ എങ്ങോട്ട് പോകുന്നു? ഡ്രെയിൻ ചെയ്യുന്നു, ഇൻഫീരിയർ വെയിൻ കയറിയിട്ട് ഡ്രെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ബ്ലഡ് സപ്ലൈ ഓഫ് കിഡ്നി. ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഇസ് ലിംഫാറ്റിക് ഡ്രെയിനേജ് ആണെങ്കിൽ ലാറ്ററൽ അയോട്ടിക് നോഡ്സിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. നെർവ് സപ്ലൈ റീനൽ പ്ലെക്സസ് ആണ്, സീലിയാക് പ്ലെക്സസ് എന്ന് വിളിക്കാം. സിമ്പത്തറ്റിക് നെർവ്സ് T10 to L1 ആണ്, ചീഫ്ലി വാസോമോട്ടർ ആയിരിക്കും. അതുപോലെ എഫറൻ നെർവ്സ് ആണെങ്കിൽ T10 to T12 ആണ് വരുന്നത്. ഇതൊരു പോസ്റ്റീരിയറിന് ഒരു കിഡ്നിയുടെ റിലേഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ്, നിങ്ങൾക്കത് റെഫർ ചെയ്യാം, നോക്കി പഠിക്കാം. നെക്സ്റ്റ് ഒരു ചെറിയ പോർഷൻ വരുന്നത് ഫൈനലി നമ്മൾ തീർക്കാവുന്ന പോർഷൻ വെച്ചാൽ ക്ലിനിക്കൽ അനാട്ടമി ഡെവലപ്മെൻറ്റും ആണ്. ക്ലിനിക്കലി നമുക്ക് പറയാനുള്ളത് ക്ലിനിക്കലി ബൈമാനുവലാണ് പാൽപ്പേറ്റ് ചെയ്യുന്നത്. അത് റീനൽ ആംഗിൾ ഉണ്ടായിരിക്കും. അതായത് 12th റിബും ഔട്ടർ ബോർഡർ ഓഫ് 12th റിബിൻ്റെ ലോവർ ബോർഡറും ഇറക്ടർ സ്പൈനയുടെ ഔട്ടർ ബോർഡറും, ലോവർ ബോർഡർ ഓഫ് 12th റിബും ഔട്ടർ ബോർഡർ ഓഫ് ഇറക്ടർ സ്പൈനും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിളാണ് റീനൽ ആംഗിൾ. ഈ റീനൽ ആംഗിൾ എന്ന് വെച്ചാൽ റീനൽ പത്തോളജി നമുക്ക് ഫൈൻഡ് ചെയ്യാനാണ്. ഈ റീനൽ ആംഗിൾ ടെൻഡർനെസ് ഉണ്ടെങ്കിൽ അത് പൈലോനെഫ്രൈറ്റിസോ അല്ലെങ്കിൽ ഒരു യൂറേട്രിക് സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെൻഡർനെസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ക്ലിനിക്കലി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് റീനൽ ആംഗിൾ. പിന്നെ പോളിസിസ്റ്റിക് കിഡ്നിയിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. ക്രോണിക് റീനൽ ഫെയിലർ വന്നാൽ പെരിറ്റോണിയൽ ഡയാലിസിസും ഹീമോഡയാലിസിസാണ് ചെയ്യുന്നത്. അതുപോലെ പ്ലൂറൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സർജിക്കലി മിസ്റ്റേക്ക് ചെയ്തിട്ട് 11th റിബിൻ്റെ അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു പോസ്റ്റർ റിലേഷനാണ്. 11th റിബ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റും അനോമലീസും നമ്മൾ എംബ്രിയോളജി സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. മെറ്റാനെഫ്രോൺസ് എന്നാണ് കിഡ്നി നെഫ്രോൺ ഉണ്ടാവുന്നത്. അതിൽ നിന്നും ബൗമൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമെറുലസ്, ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്, PCT, ഹെൻലീസ് ലൂപ്പ്, DCT ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. മീസോനെഫ്രോൺ എക്സിസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ മീസോനെഫ്രോണിക് ഡക്റ്റ് ഉണ്ടാവുന്നു. അത് യൂറീട്രിക് ബഡ് ആവുന്നു, അതൊന്ന് യൂറീറ്റർ ഉണ്ടാവുന്നു. അതുപോലെ യൂറീട്രിക് ബഡ് ഡൈലേറ്റ് ചെയ്തിട്ട് റീനൽ പെൽവിസ് ഉണ്ടാവുന്നു. അതിന് മേജർ കാലേസ്, മൈനർ കാലേസ്, പിന്നീട് കളക്റ്റിംഗ് ഡക്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. അനോമലീസ് പറയുകയാണെങ്കിൽ പോളിസിസ്റ്റിക് കിഡ്നി ഉണ്ടാവാം. ലോവർ പോൾസ് ഫ്യൂസ് ചെയ്താൽ അത് ഹോഴ്സ് ഷൂ കിഡ്നി എന്നാണ് വിളിക്കുന്നത്. ബോത്ത് കിഡ്നി വൺ സൈഡിൽ വരാം, അതിന് എപ്ലേഷ്യ എന്ന് പറയും, അല്ലെങ്കിൽ ഹൈപ്പോപ്ലേഷ്യ എന്ന് പറയാം. യൂറേട്രിക് ബഡ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡബിൾ യൂറേറ്റ് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷന് കോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കിഡ്നി. അപ്പോൾ എക്സാംസിന് ഇത്രയും പോയിൻ്റ് വൈസ് വളരെ ചുരുക്കി പോയിൻറ്റ്സ് മാത്രം എഴുതി സ്കോർ ചെയ്യാൻ നോക്കുക. എല്ലാവരും നല്ല എക്സാം എഴുതി നല്ല സ്കോർ കിട്ടട്ടെ എന്ന് ഹോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെക്ചർ നിർത്താം. സോ താങ്ക് യു.